മാർക്കറ്റിലുള്ള വിലയേക്കാളും വളരെ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കപ്പെടുന്നു. ഒരുപാട് ആളുകളുടെ കാർഷിക ഭൂമി നഷ്ടപ്പെടുന്നു. അങ്ങനെ വലിയ രീതിയിൽ പല സ്ഥലങ്ങളിലും പിന്നീട് ഈ ഭൂമി ഉപയോഗിക്കാൻ പറ്റാത്ത, ഇതിൻ്റെ പരിസരത്തുള്ള ഭൂമി ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ വരുന്നു. വേഗം യാത്ര ചെയ്യുക എന്നുള്ളതല്ല, അതിവേഗം ഈ സംഗതി ഒരു പുതിയ പ്രഖ്യാപനം കൊണ്ട് നടത്തുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിച്ചത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ബജറ്റിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തു. LDF സർക്കാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇനി തിരിച്ചു വന്നാൽ പോലും അവരുടെ തെരഞ്ഞെടുപ്പിൽ അവർ കണ്ടെത്തുന്ന ഏറ്റവും വലിയ USP ഒന്നായിരിക്കും. ഇത് യാഥാർത്ഥ്യമായാൽ സർക്കാരിന് കിട്ടാൻ പോകുന്ന വലിയൊരു പബ്ലിക് ഔട്ട്റീച്ച്, വലിയൊരു അപ്പീൽ അവർ സ്വപ്നം കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കേരളത്തിന് മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സാമൂഹ്യ വിഷയങ്ങൾ, അതേപോലെ വികസന വിഷയങ്ങൾ പലതും ചർച്ചയ്ക്കെത്താറുണ്ട്. പലപ്പോഴും അത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കാറുണ്ട്, ജനാഭിപ്രായത്തെ രൂപീകരിക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിന് മുമ്പിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് അതിവേഗ റെയിൽ. ഒരു വശത്ത് സംസ്ഥാന സർക്കാർ തന്നെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റവുമായി മുന്നോട്ട് പോകുന്നു. മറുവശത്ത് ശ്രീധരൻ, കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ശ്രീധരൻ ഉണ്ടാവാം. ശ്രീധരൻ ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് മറ്റൊരു ബദൽ അതിവേഗ പദ്ധതിയാണ്. ഈ രണ്ട് പദ്ധതിയും സാമ്യങ്ങളേറെ ഉണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗിക തലത്തിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും ചില മേഖലയിലൊക്കെ കാണാം. ഇന്ന് ഈ പദ്ധതികളെക്കുറിച്ച് കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ കേരളം എങ്ങനെയാണ് ഈ പദ്ധതികളെ കാണുന്നതെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. കേരളത്തിൽ ഈ അതിവേഗ റെയിൽ പദ്ധതി കേരളം ഒരുപാട് കാലങ്ങളായി സ്വപ്നം കാണുന്നതാണ്. നമ്മളൊക്കെ, എനിക്ക് തോന്നുന്നത്, ഒരു തലമുറ മുഴുവൻ കേട്ട് പഴകിയ ഒരു വിഷയമാണ് ഈ അതിവേഗ റെയിൽ പദ്ധതി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ അതിവേഗ റെയിൽ പദ്ധതി എങ്ങനെയാണ് കേരളം സ്വപ്നം കാണുന്നതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ കൗതുകകരമായൊരു കാര്യമല്ലേ? ഒരു കുറേ ദീർഘകാലമായിട്ട് 2009 മുതൽ കേരളം ഇതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ ഈ അതിവേഗം പദ്ധതികൾ ആലോചിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന്, കേരളത്തിലെ ഈ വാഹനങ്ങളുടെ പെരുപ്പമാണ്. കേരളത്തിൽ നമുക്കറിയാം, ആളുകളുടെ വീടുകളിലൊക്കെ തന്നെ ഒന്നോ അതിലധികമോ വാഹനങ്ങൾ കേരളത്തിൽ നിന്നുണ്ട്. വാഹനങ്ങളുടെ അവൈലബിലിറ്റി കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ്, ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. ഒപ്പം നമ്മുടെ റോഡ് സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമുണ്ട്. റോഡുകളുടെ വീതി കുറവ്, ഇത്തരം വലിയ ട്രാഫിക് ബ്ലോക്കുകളിൽ മിക്കവാറും കേരളത്തിൽ നിന്ന് ഏകദേശം നഗര പട്ടണ വലിയ വ്യത്യാസങ്ങളില്ല. കേരളത്തിലെ 14 ജില്ലകളിലും മിക്കവാറും നഗരങ്ങളും ചെറിയ പട്ടണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം വലിയ തോതിലുള്ള വാഹനങ്ങൾ ഉണ്ട്. അതേസമയം നിലവിൽ ഒരു വലിയ റെയിൽവേ സംവിധാനമുണ്ട് കേരളത്തിൽ. പക്ഷേ ഈ റെയിൽവേ സംവിധാനം എന്നുള്ളത് കേരളത്തിൽ ഇപ്പോൾ പോലും ഇരട്ടപ്പാത പൂർത്തിയാക്കിയിട്ടില്ല. പല ഭാഗങ്ങളിലും ഇപ്പോഴും ഇരട്ടപ്പാത പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെയിൽവേ മേഖലയിലും വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ റെയിൽവേ സംവിധാനത്തെ മെച്ചപ്പെടുത്തണം, കൂടുതൽ പാതകൾ വേണമെന്നുള്ള ആവശ്യമാണ് ഇടക്കാലത്ത് ഉയർന്നു വന്നത്. 2009 മുതലാണ് അതിവേഗ പാതയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വന്നത്. VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് അതിവേഗ പാതയെക്കുറിച്ചുള്ള ചർച്ച ഉയർന്നു വരികയും 2010 ചേർന്ന ഒരു ക്യാബിനറ്റ് യോഗത്തിൽ അതിവേഗ പാത തുടങ്ങാനുള്ള പദ്ധതിക്ക് തത്വത്തിലുള്ള അംഗീകാരം നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തായിരുന്നു. VS അച്യുതാനന്ദൻ്റെ ഭരണകാലാവധി ഏകദേശം കഴിയുകയും അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാർ അതുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തു. അന്ന് അതിവേഗ റെയിൽപാത എന്നുള്ള ഒരു സങ്കല്പമാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചത്. ഏകദേശം 1,25,000-ലധികം കോടി രൂപ ചെലവ് വരുന്നതും വലിയ തോതിൽ സ്ഥലങ്ങൾ, ഭൂമിയും ഏറ്റെടുക്കേണ്ടതും അനേകം വീടുകൾ തന്നെ പൊളിച്ചു കളയേണ്ടതുമൊക്കെ ആയിട്ടുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു അന്ന് കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും അതിനെതിരെ വലിയ എതിർപ്പുകളും രൂപപ്പെട്ടു. ഈ പദ്ധതി ആദ്യം കൊണ്ടുവന്നത് LDF ആയിരുന്നുവെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് തന്നെ പദ്ധതി നടപ്പായ സമയത്ത് പ്രാദേശികമായി ഇപ്പോൾ ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിലുണ്ടായ എതിർപ്പ് പോലെ തന്നെ എങ്ങനെയാണോ UDFകാർ ആ സമരത്തിൽ വന്നത്, ഓരോ പ്രദേശങ്ങളിലും LDFൻ്റെ ആളുകളും അന്ന് ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രാദേശികമായി വലിയ എതിർപ്പുകളാണ് ഒരുപാട്. ആ ഒരു സമയത്തായിരിക്കും ഉമ്മൻചാണ്ടിക്ക് സർക്കാരിന് ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നത്. പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നത് 2 കാരണങ്ങൾ കൊണ്ടായിരുന്നു. ഒന്ന്, ജനങ്ങളുടെ വ്യാപകമായ എതിർപ്പുകൾ രൂപപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ പദ്ധതിക്ക് വേണ്ടി വരുന്ന ഭീമമായ ചെലവ് 1,25,000 കോടി രൂപ എന്നുള്ളത് നമ്മളൊരു 15 വർഷം മുമ്പാണ് ഇത് ആലോചിക്കേണ്ടതെന്ന് വിചാരിക്കണം. അപ്പോൾ അന്ന് കേരളത്തിന് ഇത് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ആശയക്കുഴപ്പം അന്ന് തന്നെ രൂപപ്പെട്ടിരുന്നു. അന്നും ശ്രീധരനായിരുന്നു ഈ പറയുന്ന അതിവേഗ പാതയ്ക്കിടെ
ഒരു ചിന്താപരമായ ഒരു കേന്ദ്രമെന്ന് പറയുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. അന്ന് അതിനുവേണ്ടിയുള്ള DPR ഒക്കെ തയ്യാറാക്കുന്നത് ഡൽഹി മെട്രോമാൻ എന്നൊക്കെ അറിയപ്പെട്ടു തുടങ്ങിയിരുന്ന ശ്രീധരനാണ് കേരളത്തിന് വേണ്ടി ആ പദ്ധതിയുടെ ഒക്കെ തയ്യാറാക്കുന്നത്. എന്തായാലും ഉമ്മൻചാണ്ടി സർക്കാരിന് ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിവേഗ റെയിൽവേ എന്നുള്ളത് അവസാനിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് വീണ്ടും ഒരു UDF സർക്കാരിൻ്റെ കാലത്ത് എക്സ്പ്രസ് വേ എന്ന് പറയുന്ന ഒരു പദ്ധതി MK മുനീർ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെയായിരുന്നു. 6 വരി പാതയോ മറ്റേ ആയിരുന്നു. വലിയ തോതിൽ സ്ഥലമേറ്റെടുക്കണം. അപ്പോൾ അന്ന് ആ പദ്ധതിയെ എതിർക്കാൻ പറഞ്ഞത് കാരണം കേരളത്തെ രണ്ടായി വിഭജിക്കും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അന്ന് ആ പദ്ധതിയെ എതിർത്തത്. അതും അന്ന് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇപ്പോഴാണ് ഈ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ അതിവേഗ പാത എന്നുള്ള നിലയ്ക്ക് ഇന്ന് രൂപപ്പെട്ട് വരുന്നത്. ഇന്നിപ്പോൾ കാര്യമായ എതിർപ്പൊന്നും ആർക്കും ഇല്ല. അതിൻ്റെ അവകാശവാദങ്ങൾ പരസ്പരം ഏറ്റെടുക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ ശേഷമാണ് പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് യഥാർത്ഥത്തിൽ ഈ അതിവേഗ റെയിൽവേ എന്നുള്ളതിന് പകരം അർദ്ധ അതിവേഗ റെയിൽവേ എന്നുള്ള നിലയ്ക്ക് ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. 2023 ആ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അത് കേരയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരിച്ചുകൊണ്ട്, അത് കേരള സർക്കാരും അതുപോലെ തന്നെ റെയിൽവേയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനും ഉപദേശകനായി വന്നത് ഈ പറയുന്ന ശ്രീധരൻ തന്നെയൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ. അങ്ങനെ ഒരു കമ്പനി രൂപീകരിക്കുകയും സജീവമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഒരു DPR തയ്യാറാക്കി. ഏതാണ്ട് 3700ഓളം പേജ് വരുന്ന വിപുലമായൊരു DPR ആണ് തയ്യാറാക്കിയത്. പക്ഷേ ആ DPR വരുന്നതിന് മുമ്പ് തന്നെ പദ്ധതിക്കെതിരായ എതിർപ്പുകൾ രൂപപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീടത് പ്രാദേശികമായിട്ടാണ് എതിർപ്പുകൾ രൂപപ്പെട്ടത്. ആ എതിർപ്പിന് കാരണമായി മാറിയത് വലിയ തോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള അവസ്ഥയായിരുന്നു. ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. വീടുകൾ ഈ റവന്യൂ ഭൂമിയുടെ അല്ലെങ്കിൽ ഇത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ സർക്കാർ പറഞ്ഞിരുന്നത് പൊന്നും വില നൽകി ഏറ്റെടുക്കുമെന്നൊക്കെ ആണെങ്കിലും പലപ്പോഴും പല ആളുകൾക്കും ഇത് കണക്കൂട്ടി വരുമ്പോൾ സർക്കാരിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഇത് വില കണക്കാക്കുന്നത്. അപ്പോൾ മാർക്കറ്റിലുള്ള വിലയേക്കാളും വളരെ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കപ്പെടുന്നു. ഒരുപാട് ആളുകളുടെ കാർഷിക ഭൂമി നഷ്ടപ്പെടുന്നു. അങ്ങനെ വലിയ രീതിയിൽ പല സ്ഥലങ്ങളിലും പിന്നീട് ഈ ഭൂമി ഉപയോഗിക്കാൻ പറ്റാത്ത, ഇതിൻ്റെ പരിസരത്തുള്ള ഭൂമി ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ വരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടെ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നത്തിൽ കൂടെയാണ് കടന്നു പോകുമ്പോഴാണ് സർക്കാർ ഒരു പക്ഷേ വലിയ രീതിയിൽ എതിർപ്പ്. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രാദേശിക തലങ്ങളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ ഒരു എതിരഭിപ്രായം എന്ന് തന്നെ പറയേണ്ടി വരും. ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ കളക്റ്റീവായിട്ട് സർക്കാർ അതിനെ പലപ്പോഴും പല രീതിയിൽ വലിയൊരു സമരമായി മാറി. അതിനെ പല രീതിയിൽ എനിക്ക് ഈ ഭൂമി ഏറ്റെടുക്കൽ മാത്രമായിരുന്നില്ല അന്നത്തെ വിഷയം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അന്ന് വളരെ ഗൗരവമായി തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതായത് എംബാങ്ക്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് കേരളത്തിൽ വലിയ തോതിൽ വലിയ ഭൂമി കെട്ടി ഉയർത്തിക്കൊണ്ട് അതിൻ്റെ മുകളിലൂടെ റെയിൽവേ ലൈനുകൾ ഓടിക്കുക എന്നുള്ളതായിരുന്നു അന്ന് ഉണ്ടായിരുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് തിരൂര് മുതൽ കാസർഗോഡ് വരെ റെയിൽവേ ലൈനിന് പാരലായിട്ടുള്ള ഒരു ലൈനാണ് അന്ന് ഏകദേശം ആലോചിച്ചിരുന്നത്. മറ്റ് ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ എംബാങ്ക്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടുള്ള പദ്ധതികളാണ്. അപ്പോൾ പാരിസ്ഥിതികമായി ഇത് കേരളത്തിന് താങ്ങാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രശ്നം പരിസ്ഥിതിവാദികളും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകളുമൊക്കെ അന്ന് ഉന്നയിക്കുകയുണ്ടായി. അത് മാത്രമല്ല ഈ പറയുന്ന 80 ലക്ഷത്തോളം കോടി രൂപ അന്ന് ചിലവ് വരുമെന്നാണ് ഏകദേശം കണക്കാക്കപ്പെട്ടത്. പക്ഷേ ആക്ച്വൽ ചിലവ് എന്ന് പറയുന്നത് 1.25 ലക്ഷമോ 1.5 ലക്ഷമോ ഒക്കെ ആയി മാറുമെന്നുള്ള ആശങ്ക അന്ന് വരുന്നത്. 27 ആണെന്ന് അതെ. അപ്പോൾ പക്ഷേ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് അന്ന് അത്രയും പണം സംഘടിപ്പിച്ചാൽ ഒരു വലിയ ബാധ്യതയായി മാറുമോ? കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്ന അവസ്ഥയായിരുന്നു. അപ്പോഴും ആ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ആശങ്ക അന്ന് ഉയർന്നു വന്നു. കേരളം പോലെ സാമ്പത്തിക ബാധ്യതയുടെ പ്രശ്നവും അന്ന് ഉയർന്നു വന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് അന്ന് ഈ പദ്ധതിക്കെതിരെ വലിയ എതിർപ്പുകൾ രൂപപ്പെട്ടു. പക്ഷേ ഈ എതിർപ്പുകളെ ഒന്നും മാനിക്കാതെ തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ഈ സ്ഥലം ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചിട്ടുണ്ട്. മഞ്ഞക്കുറ്റി എന്നുള്ള പ്രയോഗം തന്നെ അന്ന് രൂപപ്പെട്ടിരുന്നു. അതായത് ചില സ്ഥലങ്ങളിൽ വീടുകളുടെ ഉള്ളിലോ കക്കൂസുകൾക്കുള്ളിലോ ഒക്കെ തന്നെ
കോളനികളുടെ ഭാഗത്തുമൊക്കെ തന്നെ വലിയ തോതിലുള്ള മഞ്ഞക്കുറ്റികൾ. മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ഈ മഞ്ഞക്കുറ്റികളുടെ ഈ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞത്, നിങ്ങൾ സിൽവർ ലൈൻ അവസാനിപ്പിച്ചുവെങ്കിൽ ആ മഞ്ഞക്കുറ്റി ഒന്ന് എടുത്തുകൊണ്ട് പോകും, ആളുകൾക്ക് അവരുടെ സ്ഥലത്ത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതൊരു ശരിയായ കാര്യമാണല്ലോ. ഇപ്പോഴും ഈ ജനങ്ങൾ പല ആളുകളുടെയും പറമ്പിൽ ഈ മഞ്ഞക്കുറ്റി നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നില്ലല്ലോ. ഇതിങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, അവർക്ക് ആളുകൾക്ക് ഭൂമി വിറ്റഴിക്കാൻ കഴിയുന്നില്ല. ഇപ്പം അത്യാവശ്യ കാര്യങ്ങൾക്ക്, ഇപ്പം ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണം ഇതുപോലെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ള ഭൂമി വിറ്റഴിച്ചിട്ടാണ് സാധാരണക്കാർക്ക് പൈസ കണ്ടെത്തുന്നത്. ഇത് മാത്രമല്ല, പണയപ്പെടുത്തുന്നതിനും പ്രശ്നമാണ്. ബാങ്കുകളിൽ പണയപ്പെടുത്തുന്നതിനും ഇത് പ്രശ്നമാണ്. അതായത് പണയമായി ഇത് പ്ലഡ്ജ് ചെയ്യുമ്പോൾ ബാങ്കുകൾ സ്വീകരിക്കാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും അതിനെതിരെ വലിയ എതിർപ്പുകൾ ആ കാലത്ത് ഉയർന്നു വന്നു. അത് പിന്നീട് അത് പ്രതിപക്ഷം ഏറ്റെടുക്കുകയും, അത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ UDF മാത്രമല്ല, BJPയും അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ സർക്കാരിനെതിരെയുള്ള വലിയൊരു സമരമായി മാറുകയും. പക്ഷേ ഈ പദ്ധതി പിൻവലിക്കേണ്ടത് വന്നത് സമരത്തിൻ്റെ പ്രശ്നം മാത്രമായിരുന്നില്ല. ഈ DPRലെ പലതരം പിഴവുകൾ ഉണ്ടായിരുന്നു എന്നാണ് റെയിൽവേയുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. കേരയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് നടപ്പാക്കുന്നത്. അപ്പോൾ അതിൽ റെയിൽവേക്കും ഷെയറുകളുണ്ട്. റെയിൽവേയുടെ ഇത് കൂടി കണക്കിലാക്കി എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ അതിൽ DPRൽ ഒരുപാട് പിഴവുകളുണ്ട്. ഇപ്പോൾ ശ്രീധരൻ പറയുന്നത്, ഞാൻ അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിരുന്നു, ഇതിൽ ഓരോ പിഴവുകളും ചൂണ്ടിക്കാട്ടിയിരുന്നു, ആ പിഴവ് അന്നും പരിഗണിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും റെയിൽവേ മന്ത്രാലയം ഈ DPRലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് സാങ്കേതിക അനുമതി നൽകുന്നതിൽ നിന്ന് പിന്മാറി. അങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കാതെ വന്നത്. കഴിഞ്ഞ ദിവസം കൂടെ ശ്രീധരൻ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ തുടരെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കും കത്തുകൾ നൽകിയിരുന്നു, വിവരങ്ങൾ അറിയിച്ചിരുന്നു, ചർച്ചയ്ക്ക് സന്നദ്ധനായിരുന്നു. സർക്കാരിനെ പല രീതിയിൽ ഈ വിഷയങ്ങളിൽ ജനകീയമായ എതിർപ്പൊക്കെ രൂപപ്പെട്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഇത് മുന്നോട്ട് പോവില്ല എന്നുള്ളത്. അതിനുശേഷം പിണറായി വിജയനുമായി നേരിട്ട് കണ്ട് ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി ഇദ്ദേഹത്തോട് ഉറപ്പ് കൊടുത്തിരുന്നതാണ് അദ്ദേഹം പറയുന്നത്, നമുക്കറിയില്ല. അദ്ദേഹം പറയുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ടൊരു കത്ത് അയക്കാൻ, കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഒരു കത്ത് നൽകാൻ, അത് പദ്ധതി മാറ്റം, കേരളിൻ്റെ ഒരു പദ്ധതി മാറ്റം സംബന്ധിച്ച് റെയിൽവേ മന്ത്രിക്ക് ഒരു കത്ത് നൽകണമെന്ന് ശ്രീധരൻ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകാമെന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു എന്നാണ് ശ്രീധരൻ കഴിഞ്ഞ ദിവസം പറയുന്നത്. ആ കത്ത് നൽകിയില്ല. അതിനുശേഷം 10 മാസത്തിനിപ്പുറമാണ് ഞാൻ എൻ്റെ പുതിയ പദ്ധതിയുമായിട്ട് നേരിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അതിന് മുഖ്യമന്ത്രി പിന്തുണ കൊടുത്തിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ആദ്യം ഈ സിൽവർ ലൈൻ്റെ കാലത്തുണ്ടായിരുന്ന പദ്ധതി ആലോചിക്കുമ്പോൾ അതിന് വലിയ തോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ആയിരുന്നു. ഈ ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളെ സംബന്ധിച്ച് വളരെ ലാഭകരമായൊരു കാര്യമാണ്. ഇപ്പോൾ അത് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ ഭൂമി ഏറ്റെടുക്കൽ കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതി, ഇപ്പോൾ ശ്രീധരനാണ് ഈ സിൽവർ ലൈൻ നടപ്പാകില്ല എന്നുള്ളൊരു തോന്നൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് നടപ്പാകില്ല എന്ന് ഏകദേശം ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ പറയുന്ന ഭൂമി ഏറ്റെടുത്ത പദ്ധതിയിൽ അതിൽ നിന്ന് പിന്മാറുകയോ, ഓഫീസുകളൊക്കെ പലതും പൂട്ടിക്കഴിഞ്ഞിരുന്നു, നടപ്പാകില്ല എന്ന് ഏകദേശം ഉറപ്പായ സാഹചര്യത്തിലും ഇതൊന്നും പിന്മാറാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. നടക്കും എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു. കാരണം അത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായിരുന്നു. അത് വികസനത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടമുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് അവരത് പ്ലാൻ ചെയ്തത്. അതൊരു റെയിൽ പദ്ധതി മാത്രമായിരുന്നില്ല, അത് സാമ്പത്തിക മേഖലയെ വലിയ തോതിൽ ചലിപ്പിക്കാൻ കഴിയുന്ന വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ 80 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷത്തിന് മേഖലയിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പോലും 1.25 ലക്ഷം കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ ബൃഹത്തായൊരു പദ്ധതിയാണ്. അതിൻ്റെ ഒരു ചലനം, ഒരു ഫ്രീസായി കിടക്കുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലൊരു ചലനം സൃഷ്ടിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടെ ഈ സർക്കാരിനുണ്ടായിരുന്നു. അത് പദ്ധതി നടപ്പാക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ പദ്ധതിക്ക് വേണ്ടി ഏകദേശം 50 കോടി രൂപയിലധികം അതിൻ്റെ DPR തയ്യാറാക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി മഞ്ഞക്കുറ്റി ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആ പദ്ധതി അവസാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ ശ്രീധരൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട്, ശ്രീധരൻ 2010 മുതൽ ഈ പദ്ധതിക്ക് പിന്നാലെ ഉണ്ട്. ഇപ്പം ഒരു ജപ്പാൻ കമ്പനിയാണ് കേരളത്തിൽ ഇത് ഫീസിബിളായൊരു പദ്ധതിയാണ് എന്നുള്ള ഒരു പഠനം നടത്തിക്കൊണ്ട് കേരളത്തിൽ അതിവേഗ റെയിൽവേ സാധ്യമാണ് എന്നുള്ളൊരിത് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ശ്രീധരനും അതിൻ്റെ അന്ന് തൊട്ട് തന്നെ ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പോൾ ശ്രീധരൻ ഈ സിൽവർ ലൈൻ അവസാനിച്ചതിന് ശേഷമാണ് ഈ പുതിയ പദ്ധതിയുമായി പോകുന്നത്, കേന്ദ്രത്തിൻ്റെ അനുമതിക്ക് വേണ്ടി ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അന്ന് പിണറായി വിജയൻ അതിന് പിന്തുണ കൊടുത്തിരുന്നെന്നാണ് പറയുന്നത്. ഈ രണ്ട് പദ്ധതികൾ തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. അതായത് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഈ പദ്ധതി,
ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായ പേരുണ്ടോ എന്ന് ഇപ്പോഴത്തെ വെച്ചാൽ പ്രശ്നം 2 അതിവേഗ അർദ്ധ അതിവേഗ പദ്ധതികൾ വന്നിരിക്കുന്നുള്ളതാണ്. കേരളത്തിന് അതെന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. കേരളത്തിന് മുന്നിൽ വലിയൊരു ചോയ്സ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് വേണോ, ഇത് ജനങ്ങൾക്ക് വേണോ? ഏത് ട്രെയിനിൽ കയറണമെന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാം. ചിലപ്പോൾ ജനങ്ങൾ 2 ട്രെയിനും കൂടെ രണ്ട് രണ്ട് ട്രെയിനും കൂടെ ട്രെയിനിലാണ് വന്നിരിക്കാം. നിൽക്കുന്നത്. പക്ഷേ ഇതിനകത്ത് രസകരമായ കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സിൽവർ ലൈനിനെ എതിർക്കുന്ന സമയത്ത് ഇതൊരു സ്റ്റാൻഡേർഡ് ഗേജ് എന്നുള്ള ഒരു എതിർപ്പുണ്ടായിരുന്നു. എല്ലാവരും ഇതിന് സ്റ്റാൻഡേർഡ് ഗേജ് ആണെന്നാണ് നമ്മുടെ ട്രെയിനുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ബ്രോഡ് ഗേജിലൂടെയാണ്. സ്റ്റാൻഡേർഡ് ഗേജ് റെയിൽവേ പാതയായതുകൊണ്ട് തന്നെ ഇത് കണക്ടിവിറ്റി ഇഷ്യൂ വരും. അന്ന് ഇ ശ്രീധരനും പറഞ്ഞിരുന്നു അതെ, ഇത് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്, സാക്ഷാൽ അത് ബന്ധിപ്പിക്കാൻ കഴിയില്ല. അതെ, അത് പറഞ്ഞ് ഇ ശ്രീധരൻ തന്നെ ഇപ്പോൾ കൊണ്ടുവരുന്നു സ്റ്റാൻഡേർഡ് ഗേജ് റെയിൽവേ പാത. അതെ. ഇ ശ്രീധരൻ്റെ ഈ പുതിയ പദ്ധതി സ്റ്റാൻഡേർഡ് ഗേജിലാണ്. സർക്കാർ ഇപ്പോൾ പറയുന്ന ഈ റാപ്പിഡ് റെയിൽ പാതയും ഇതേപോലെ സ്റ്റാൻഡേർഡ് ഗേജിലാണ്. ഈ 2 പാതകളും ഇതിൽ തന്നെയാണ് വരുന്നത്, ഒരേപോലെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ രസകരമായ ചില കമ്പാരിസൺ കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട് തോന്നുന്നു. ഇ ശ്രീധരൻ പറയുന്നു, ഞാൻ 5 വർഷത്തിനുള്ളിൽ 1,00,000 കോടി ചെലവിൽ ഈ പാത യാഥാർത്ഥ്യമാക്കും. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ. പുള്ളിക്ക് കാസർഗോഡേക്ക് ആളുകളില്ലാത്തത് കൊണ്ട്, കാസർഗോഡ് കേരളത്തിന്റെ ഭാഗമായി അത് വേണമെങ്കിൽ കർണാടക നോക്കട്ടെ നയിക്കും. എന്തായാലും പുള്ളി പറയുന്നത് അവിടേക്കുള്ള യാത്രക്കാരുടെ എണ്ണം വളരെ കുറവാണ്, അതുകൊണ്ട് ആ ഒരു സ്ട്രെച്ച് ഒഴിവാക്കി. കാസർഗോഡിനെ അവഗണിച്ചു എന്നുള്ള പരാതി ഇപ്പം രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ആളുകളൊക്കെ ഉന്നയിക്കും. അതെ. അപ്പം പുള്ളി അത് ഇ ശ്രീധരൻ അവിടെ വരെ ഈ സംഭവം നിർത്തുകയാണ്. അതേസമയം കേരള സർക്കാരിൻ്റെ പാത നേരെ 600 കിലോമീറ്റർ 560 കിലോമീറ്ററിനോളം അങ്ങോട്ട് പോയി കാസർഗോഡിൽ അവസാനിക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. അപ്പോൾ കേരള സർക്കാർ പറയുന്നത് ഈ പാത പോകുന്ന വഴിയിൽ പ്രധാനപ്പെട്ട നഗര മെട്രോ സ്റ്റേഷനുകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ പാത ഡിസൈൻ ചെയ്യുന്നത്, കൃത്യമായി പോകുന്നു. അതേസമയം ഇ ശ്രീധരൻ്റെ പാത കേരളത്തിൻ്റെ കുറച്ചുകൂടെ സബർബൻ ആയിട്ടുള്ള, അർബൻ അല്ലാത്ത പുതിയൊരു റൂട്ടാണ്, പുതിയൊരു പാതയിലൂടെ പോകുന്നു. അത് കൊട്ടാരക്കര, അതുപോലെ തന്നെ പത്തനംതിട്ട, വൈക്കത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വൈക്കത്തേക്കൊന്നും റെയിൽ കണക്ടിവിറ്റി. അതെ. അപ്പോൾ ഈ റെയിൽ കണക്ടിവിറ്റി ഇല്ലാത്ത പ്രദേശങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുകയും അതുപോലെ തന്നെ ഈ എയർപോർട്ടുകളെ ആയിട്ട് കണക്ട് ചെയ്യുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട 3 എയർപോർട്ടുകളെയും കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ശ്രീധരൻ്റെ പദ്ധതിയായി പറയുന്നത്. ശ്രീധരൻ ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിനൊരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. കേരള സർക്കാരിൻ്റെ പദ്ധതി ഏകദേശം 10-12 വർഷത്തോളം സമയമെടുത്താണ് വിഭാവനം ചെയ്യപ്പെടുന്നത്. അത്രയും സമയമെടുക്കും. 12 വർഷത്തോളം എന്നാണ് അതിൻ്റെ ഒരു ഏകദേശ ധാരണ. ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന വിവരം അത്രയും കാലഘട്ടം എടുത്തിട്ടാണ് ഇത് പൂർത്തിയാക്കുന്നതാണ് സർക്കാരിൻ്റെ ഈ ശ്രീധരൻ്റെ പദ്ധതിയാണെങ്കിൽ നമുക്ക് 5 വർഷം കൊണ്ട് ട്രെയിനിൽ കയറാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എത്തുന്ന ട്രെയിൻ ഈ ശ്രീധരൻ്റെതാണെന്ന് പറയേണ്ടത്. അപ്പം ആ ഒരു ഇത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശ്രീധരൻ പറയുന്നതിൻ്റെ എക്കണോമിക്കൽ വയബിലിറ്റിയാണ്. ഈ ശ്രീധരൻ 1,00,000 കോടി രൂപയാണ് ഇതിന് ഒരു ബജറ്റ് കണക്ക്. ഇത് എത്രത്തോളം ഇതിന് DPR വന്നാലേ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഒരുപക്ഷെ ഇത് പലപ്പോഴും പലതരത്തിലുള്ള പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികളായതുകൊണ്ട് ആർക്കും എന്തും പറയാം. എങ്കിലും ഈ ശ്രീധരൻ നിലവിൽ പറയുന്നത് 1,00,000 കോടി രൂപ. അദ്ദേഹം പറയുന്നത് 1,00,000 കോടി രൂപ. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോവേണ്ടി വരും. എനിക്ക് തോന്നുന്നത് 1.25 അങ്ങ് പറഞ്ഞ പോലെ ആ ഒരു സ്ട്രെച്ചിലേക്ക് എത്തും അത്. കാരണം നീതി ആയോഗ് കേരളിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് 64,900 കോടി രൂപയോളം അടുത്താണ്. 65,000 കോടി രൂപ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ആ ഒരു തുകയാണ് കേരളിന് പദ്ധതി ഇതായിട്ട് സംസ്ഥാന സർക്കാർ കണക്കാക്കിയിരുന്നത്. അതേസമയം നീതി ആയോഗ് അവരുടെ ഒരു കണക്കൂട്ടൽ അത്രയൊക്കെ തന്നെയുള്ളൂ. നീതി ആയോഗ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതി 1,00,000 രൂപയിൽ താഴെയുള്ള ഒരു പദ്ധതിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആക്ച്വൽ DPR വരുമ്പോഴേക്കൊക്കെ നീതി ആയോഗ് കേരളിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ 65,000 കോടി രൂപ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. നീതി ആയോഗിൻ്റെ കൃത്യമായിട്ടുള്ള പഠനത്തിൽ നീതി ആയോഗ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 1,25,000 കോടി രൂപയോളം ചിലവ് വരും ആക്ച്വൽ. കാരണം ഇത് സമയം വൈകുന്തോറും ഇത് അതിലും കൂടുതലാവും. 12 വർഷത്തെ പദ്ധതിയാണ് കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വിലക്കയറ്റമോ 4 ഘട്ടങ്ങളായിട്ട് കേരള സർക്കാർ ഈ പദ്ധതി കൊണ്ട്, അതായത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം ടു തൃശ്ശൂർ വരെ, തൃശ്ശൂർ നേരെ കോഴിക്കോട് വരെ വരുന്നു. മെട്രോ റെയിലുമായി ലിങ്ക് ചെയ്തിട്ടാണ് അവരത് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. പ്രത്യേക പേരുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തൃശ്ശൂർ വരെ വരുന്നു, തൃശ്ശൂർ നേരെ കണ്ണൂരിലേക്ക്, കോഴിക്കോട്ട് നിന്ന് കണ്ണൂരിലേക്ക്, കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് 4 സ്ട്രെച്ചായിട്ട് കൊണ്ടുപോകും. അതേസമയം ഈ ശ്രീധരൻ്റെ പാത ഇതേപോലെ ഒറ്റ ലൈനായിട്ടാണ് വരുന്നത്. പുള്ളി പടപടയെന്ന് പരിപാടി തീർക്കുന്ന ഉദ്ദേശത്തിലാണ്. എനിക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയും, എനിക്ക് പണം വേണം. ഇപ്പം രണ്ടാമതൊരു കാര്യം കൂടെ ഈ ശ്രീധരൻ പറയുന്നതിലേക്ക് നമ്മൾ അതും കൂടെ സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് പോകണം തോന്നുന്നു. എനിക്ക് ഇത് റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ്. ഫെഡറൽ സങ്കല്പം അനുസരിച്ച് തന്നെ റെയിൽവേ പദ്ധതികൾ നടപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതെ, കേരളത്തിൻ്റെ അനുമതി വലിയ രീതിയിൽ എനിക്ക് അങ്ങനെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഭാഷയിലെ ഒരു രീതി തന്നെ എങ്ങനെയാണ്, ഈ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്, ഇത് നടപ്പിലാക്കാൻ കേന്ദ്രത്തിൻ്റെ അനുമതിയാണ് ആവശ്യം എന്നുള്ള രീതിയിലാണ് പുള്ളി പോകുന്നത്. എനിക്കൊന്നും ഒരുപക്ഷെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും സംസ്ഥാനത്തിന്, അവിടെയും സംസ്ഥാനം കല്ലേറ് വാങ്ങേണ്ടി വരികയില്ലേ.
ഇതേ പ്രശ്നം അവിടെ അല്ല, ഉണ്ടാവില്ല. സ്ഥലം പക്ഷേ സംസ്ഥാനം ഏറ്റെടുത്ത് കൊടുക്കേണ്ടി വരുമല്ലോ. അതെ, അപ്പോഴും റെയിൽവേക്ക് സംസ്ഥാനത്തിനാണല്ലോ ഈ പഴി ഉണ്ടാവുക. അതെ, അല്ലെങ്കിൽ എളുപ്പമല്ല ഭൂമി. ഇപ്പം നമ്മുടെ പാത ഇരട്ടിപ്പിക്കൽ പോലും വൈകുന്നത്, പലപ്പോഴും വൈകുന്നത് ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനുള്ള താമസം കൊണ്ടാണ്. കേരളത്തിൽ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ജനസാന്ദ്രത കൂടിയൊരു സ്റ്റേറ്റാണ് കേരളം. ഓരോ പ്രദേശങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് ഈ രണ്ട് കൂട്ടരുടെയും ഇപ്പോഴത്തെ പരിഹാരം ഈ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാതെ, ഇപ്പോൾ സിൽവർ ലൈനിൻ്റെ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലുള്ള എതിർപ്പുണ്ടായിരുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ കാര്യത്തിലായിരുന്നു. പക്ഷേ അത് വികസനത്തിന് സ്ഥലം ഇല്ലാതെ നിവൃത്തിയില്ല എന്നുള്ള മട്ടിലായിരുന്നു അന്ന് പറയപ്പെട്ടിരുന്നത്. ഇപ്പോൾ രണ്ട് കൂട്ടരും മുന്നോട്ട് വച്ചിരിക്കുന്ന പദ്ധതിയിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാതെ മുകളിലൂടെയുള്ള എലിവേറ്റഡ് ആയിട്ടുള്ള പാതയെക്കുറിച്ചാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതായത് ഭൂമി അധികം ഏറ്റെടുക്കേണ്ടി വരില്ല എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പറയുന്നത്. ഈ ശ്രീധരൻ പറയുന്നത് എലിവേറ്റഡ് ഇതിനോടൊപ്പം തന്നെ, റെയിൽവേയോടൊപ്പം തന്നെ ഭൂമിക്കടിയിലുള്ള പാതയാണ് 25% മറ്റും തുരങ്കപ്പാതയാണ് പറയുന്നത്. അപ്പോൾ അത് ഇനി ഭൂമി തുരങ്കപ്പാതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയോ എലിവേറ്റഡ് ആയിട്ടുള്ള റെയിൽവേക്ക് വേണ്ടിയോ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നാൽ പോലും ആ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് കൃഷി പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ വീട് വയ്ക്കാനോ അതുപോലെ തന്നെ വൃക്ഷങ്ങൾ വളർത്താനോ അനുവദിക്കില്ല എങ്കിലും മറ്റു തരം കൃഷികൾ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പാതകളും എന്തായാലും ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവരിപ്പോൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിലേതാണ് കേരളത്തിൽ വരിക എന്നുള്ളത് ഇപ്പം വ്യക്തമല്ല. ഒന്ന് രണ്ട് വകുപ്പുകളുടെ കീഴിലാണ് അനുമതി ലഭിക്കേണ്ടത്. ഒന്ന് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഭവന നഗരാസൂത്രണ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള അവരുടെ അനുമതിയാണ് വേണ്ടത്. അപ്പോൾ അതിന് മാതൃകയായിട്ടുള്ളത് ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്കുള്ള ഇപ്പോഴുള്ള ഈ പറയുന്ന RRTS പദ്ധതിയാണ്, കോറിഡോറാണ് ഇപ്പോൾ അവർക്ക് മാതൃകയായിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് 86 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മിക്കവാറും നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഒരു 86 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ദൂരമേ അതിനുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഇത്രയും ദൂരം, ഏതാണ്ട് 550 കിലോമീറ്ററിലധികം വരുന്ന ദൂരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു റെയിൽവേയെക്കുറിച്ചാണ് നമ്മൾ സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംശയിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. ഇത്തരമൊരു റാപ്പിഡായിട്ടുള്ളൊരു ട്രാൻസിറ്റ് സിസ്റ്റത്തിൻ്റെ സാധ്യതയെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ സാങ്കേതികമായിട്ടും ഒക്കെ ഇനിയും പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് പരിശോധിച്ചിട്ട് മാത്രമേ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി പോലുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഈ ധനമന്ത്രി ബജറ്റിനിടയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കേണ്ടത് 100 കോടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീക്കി വെച്ചിരിക്കുകയാണല്ലോ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിക്ക് വേണ്ടി. ധനമന്ത്രി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കെ-റെയിൽ അല്ലെങ്കിൽ സിൽവർ റെയിൽ ആ പേരിൽ ഞങ്ങൾക്കൊരു കടുംപിടുത്തമില്ല, പദ്ധതി നടപ്പിലാകും. നേരത്തെ അങ്ങ് പിണറായി വിജയനെ കോട്ട് ചെയ്തപോലെ കെ-റെയിൽ വരും കേട്ടോ എന്ന് പറയുന്ന പോലെ പദ്ധതി നടപ്പിലാവും എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ തെക്ക് വടക്കേ അറ്റത്തെ മന്ത്രി തന്നെ പറയുകയുണ്ടായി, കേരളത്തിൻ്റെ തെക്ക് വടക്കേ അറ്റം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് തിരിച്ചിട്ട് ഒരുപക്ഷേ യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്ക് പരസ്പരം കണക്ട് ചെയ്യുന്ന അത്ര ദൂരം ഇതിന് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇതിൻ്റെ ഭൂസവിശേഷതകൾ കൊണ്ട് തന്നെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്കുള്ള ഒരു അതിവേഗ പാത വന്നാൽ വലിയ രീതിയിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു LDF സർക്കാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇനി തിരിച്ചു വന്നാൽ പോലും അവരുടെ തെരഞ്ഞെടുപ്പിൽ അവർ കണ്ടെത്തുന്ന ഏറ്റവും വലിയ USPകളൊന്നായിരിക്കും. ഇത് യാഥാർത്ഥ്യമായാൽ സർക്കാരിന് കിട്ടാൻ പോകുന്ന വലിയൊരു പബ്ലിക് ഔട്ട്റീച്ച്, വലിയൊരു അപ്പീൽ അവർ സ്വപ്നം കാണുന്നുണ്ട്. യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതാണ്. അതാണ് രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ. കേരളത്തിനൊരു അതിവേഗ പാത ആവശ്യമാണ്. എന്തായാലും അതിവേഗ പാത സെപ്പറേറ്റ് കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും കേരളത്തിൽ അതിവേഗം ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന യാത്രാ സംവിധാനങ്ങൾ ആവശ്യമാണ്. റെയിൽവേ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ രണ്ടുപേരും കൊണ്ടുവരുന്ന പദ്ധതികൾ അത് നടപ്പാകുമ്പോൾ പലതരം അനുമതികൾ ആവശ്യമുണ്ട്. ഒന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോട് കൂടിയാണ് ഈ ശ്രീധരൻ ഈ പദ്ധതി കൊണ്ടുവരുന്നത്. റെയിൽവേയുടെ ഇനീഷ്യേറ്റീവിലാണ് പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോട് കൂടിയാണ്. ഇതും നമ്മൾ ആലോചിക്കേണ്ടതും തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ കേരളത്തിൽ കേന്ദ്ര സർക്കാർ എന്തൊരു വലിയ വികസന വിപ്ലവം, അതാണ് കേരളത്തിൻ്റെ ഈ ആഗ്രഹം, കേന്ദ്ര കടമെടുക്കുന്നു, വികസന വിപ്ലവം കൊണ്ടുവരാൻ പോകുന്നു. ഇപ്പോൾ ഞങ്ങളിത് നാഷണൽ ഹൈവേ കേരളത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. വലിയ തോതിലുള്ള റോഡ് വികസനം നടപ്പാക്കി കഴിഞ്ഞു. ഇനി ഞങ്ങൾ റെയിൽവേ വികസിപ്പിക്കാൻ പോകുന്നു എന്ന മട്ടിലാണ് ഈ ശ്രീധരനിലൂടെ കേന്ദ്ര സർക്കാരും കേരളത്തിലെ BJPയും ഒക്കെ തന്നെ
ഈ പറയുന്ന ഒരു വലിയ പദ്ധതി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൊണ്ടുവരുന്നത്. 15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും, പൊന്നാനിയിൽ ഓഫീസ് തുറന്നു എന്നൊക്കെയാണ് ഈ ശ്രീധരൻ പറയുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, ഇത്ര ധൃതി പിടിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമുക്കത് പ്രഖ്യാപിക്കണമെന്നൊന്നുമില്ലല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റിയൊക്കെ നോക്കി കുറച്ചുകൂടെ. കേരളയിൽ വന്ന സമയത്ത് ചോദിക്കപ്പെട്ടൊരു ചോദ്യം, ആർക്കാണ് ഇത്തരത്തിൽ ആർക്കാണ് ഇത്ര അതെ, ഈ വാർത്ത ഈ ശ്രീധരൻ പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഒരു മന്ത്രിസഭാ യോഗം പെട്ടെന്ന് ചേർന്നുകൊണ്ട് ആ മന്ത്രിസഭാ യോഗത്തിൽ ഈ പറയുന്ന RRTS നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭയും തീരുമാനിക്കുന്നു. അപ്പോഴും അതിലും വേഗം യാത്ര ചെയ്യുക എന്നുള്ളതല്ല, അതിവേഗം ഈ സംഗതി ഒരു പുതിയ പ്രഖ്യാപനം കൊണ്ട് നടത്തുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിച്ചത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ബജറ്റിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് സാധ്യതാ പഠനമോ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും തയ്യാറാക്കിയോ എന്ന് നമുക്കറിയില്ല. രണ്ട് കൂട്ടർക്കും അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ ഭയങ്കര രസമാണ്. ശ്രീധരൻ പറയുന്നു സർക്കാരിൻ്റെ ട്രെയിൻ ഈ റെയിൽപാതയിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് 70 തൊട്ട് 75 കിലോമീറ്ററാണ്. എൻ്റെ റെയിൽപാതയിൽ 200 കിലോമീറ്റർ വരും. അപ്പുറത്ത് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ ഈ ശ്രീധരൻ്റെ പദ്ധതിയിൽ ഒരു വിധത്തിൽ പിന്താങ്ങുന്നുണ്ട്. അതേസമയം ഇത് തോമസ് ഐസക് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ചില കുറിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അതിവേഗ റെയിൽപാത എന്ന് പറയുന്നത് ഇവരൊക്കെ സി പി എം മൊത്തത്തിൽ കാണുന്നൊരു കണക്കാക്കൽ എന്താ വെച്ചാൽ, CPM ഒരു കാഴ്ചപ്പാട്, നേരത്തെ കേരളയിൽ എന്ന് പറയുന്നത് 51% സംസ്ഥാന സർക്കാരിനും ബാക്കി അങ്ങോട്ടുമുള്ള പങ്കാളിത്തമായിരുന്നു. ഇത് ഈ പുതിയ പദ്ധതി നടപ്പിലാകുന്നതോടുകൂടി 51%, അതായത് ഇതൊരു കൊങ്കൺ മാതൃകയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 20% സംസ്ഥാനത്തിനും 20% കേന്ദ്രത്തിനും ബാക്കി 60% അതിന് ഫണ്ടിങ് ആണ്. പക്ഷേ ഇവരുടെ ഇതിന് ഷെയർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനാണ് 51% കയ്യിലാവുക. അല്ലാതെ അത് സംസ്ഥാനത്തിൻ്റെ കയ്യിൽ നിന്ന് ഇതങ്ങനെ തെന്നി അങ്ങ് പോകും. അപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ കൊണ്ടാണ് അപ്പം ഈ CPM പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കേണ്ട ഒരു അധികാരം, ഈ ഒരു അധികാരം എടുത്തിട്ട് കേന്ദ്രത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ അതിനുവേണ്ടി വാദിക്കും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ മെട്രോ ഒഴികെയുള്ള റെയിൽവേ മുഴുവൻ ഇന്ത്യയിൽ നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള റെയിൽവേ മന്ത്രാലയമാണ് ഇന്ത്യ മുഴുവൻ റെയിൽവേ സംവിധാനം നടപ്പാക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു യഥാർത്ഥ ഫെഡറൽ സംവിധാനത്തിലേക്ക് രാജ്യം വികസിക്കുന്നു എന്നിരിക്കട്ടെ, അതിൽ റെയിൽവേ അതുപോലെ തന്നെ നാണയം, പ്രതിരോധം തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കേണ്ടത് എന്ന് നമ്മുടേത് ഇപ്പോൾ യൂണിറ്ററി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് കുറച്ചുകൂടി വികേന്ദ്രീകരണത്തിന് വേണ്ടി വാദിക്കാം. അപ്പോഴും റെയിൽവേ ആണിത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല റെയിൽവേക്ക് അതിൻ്റെ ഒരു സംവിധാനം നിലവിലുണ്ട്. റെയിൽവേ വികസനത്തിന് ആവശ്യമായൊരു സംവിധാനമുണ്ട്. അത് സംസ്ഥാന സർക്കാർ കൂടി ചേർന്നുകൊണ്ട് നടപ്പാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടെ മെച്ചപ്പെട്ട നിലയിൽ നടക്കും. അപ്പോൾ ഈ ശബരിപാത പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കേരളത്തിൻ്റെ പരിഗണനയിലുള്ള ഒന്ന് ശബരിപാതയാണ്, മറ്റൊന്ന് ഈ മറ്റേ നഞ്ചങ്കോട് റെയിൽവേയാണ് മറ്റേ കേരളത്തിൻ്റെ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പദ്ധതികൾ. അപ്പോൾ സംസ്ഥാന സർക്കാർ അതിൽ പങ്കുചേരുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത്തരമൊരു വലിയ ബാധ്യത ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നു. കേരളം പോലുള്ള ഇത്ര വലിയ സാമ്പത്തിക ബാധ്യതകളും പ്രതിസന്ധികളും ഇതിൽ ഇപ്പം നിലവിലുള്ള സ്ഥിതിയിൽ അങ്ങനെ കരകയറുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം പൂച്ചപറ്റി ആലോചിക്കുന്നത് അതൊക്കെ പരിഹരിക്കാൻ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞത് അപ്പോൾ അത്തരം ഒരു ബാധ്യത ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. അത് ഏറ്റെടുക്കാൻ കഴിയുമായിരിക്കും, അതുകൊണ്ടായിരിക്കില്ല അവരൊരു പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പ്രശ്നത്തിന് കൂടെ യഥാർത്ഥത്തിൽ കൃത്യമായൊരു മറുപടി ആവശ്യമുണ്ട്. എനിക്ക് ഒരു കാര്യം നമ്മളിതിൽ ചർച്ച ചെയ്യേണ്ടി തോന്നുന്നു. ഈ രണ്ട് പദ്ധതികളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാമെന്ന് തോന്നുന്നു. അതായത് ഈ ശ്രീധരൻ പറയുന്നത് സംസ്ഥാന സർക്കാർ ഇപ്പുറത്ത് സംസ്ഥാന സർക്കാരിൻ്റെ RRT പാത ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഈ പദ്ധതിയിൽ വലിയൊരു പൈസയുടെ നിക്ഷേപം, വലിയൊരു പണത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്രീധരൻ കുറച്ചുകൂടെ ലളിതമാക്കിയിട്ടാണ് ഇത് പറയുന്നത്. അത് നമ്മൾ പറയാതിരുന്നുകൂടാ. 30% സർക്കാർ കൊടുക്കുന്നു, 30% കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു, ബാക്കി ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പണം ഇങ്ങനെ അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്നോ കടപ്പത്രങ്ങൾ വഴിയോ അങ്ങനെ സമാഹരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കുറച്ചുകൂടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫീസിബിളായ ഒരു ഐഡിയ. ഒരു പക്ഷേ നമുക്ക് ഇനിയിപ്പോൾ ഈ ശ്രീധരൻ്റെ വണ്ടി എത്തിയില്ലെങ്കിലും കേരളവും കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനവും പണം തുല്യ നിലയിൽ എടുത്തുകൊണ്ട് ബാക്കി അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാമെന്നുള്ളതാണ് കേരളവും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഐഡിയ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ്. രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ശ്രീധരൻ നേരത്തെ പറഞ്ഞാൽ ഈ ശ്രീധരൻ്റെ ട്രെയിനിലാണെങ്കിൽ നമുക്ക് 5 വർഷം കൊണ്ട് നമുക്ക് കയറാൻ പറ്റും. പക്ഷേ കണ്ണൂർ വരെ എത്തുള്ളത്, കാസർഗോട്ടേക്ക് നീട്ടണമെന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ച്
അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നവരെ സംബന്ധിച്ച് കാസർഗോഡ് വേറെ ഏതൊരു പ്രദേശമാണ്. ഇപ്പോൾ കാസർഗോട്ടേക്ക് കയറാൻ ആളുണ്ടാവില്ല എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അത്രയും ദൂരത്തേക്ക് റെയിൽവേ ഉണ്ടാക്കിയാൽ അത് സാമ്പത്തികമായി വലിയൊരു ബാധ്യതയായി മാറും, നഷ്ടമാകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തൽ. പക്ഷേ പിണറായി വിജയൻ്റെ സർക്കാരിനെ സംബന്ധിച്ച് കാസർഗോഡ് വരെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ കാസർഗോഡ് വരെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടൊരു പദ്ധതി, ഇൻ്റഗ്രേറ്റഡ് ആയൊരു പദ്ധതി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്കുള്ള ഈ പാത 2-3 സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത്. കേരളത്തിനും വേണമെങ്കിൽ അത്തരം ഒരു ശ്രമം നടത്താവുന്നതാണ്. ഇപ്പം റെയിൽവേയുടെ മുൻകൈയിൽ തന്നെയോ അല്ലെങ്കിൽ ഈ 3 സംസ്ഥാനങ്ങൾ ചേർന്നോ, അപ്പോൾ കന്യാകുമാരി വരെ നീട്ടുമെന്ന് പറയുന്നുണ്ട്. ഇത് തമിഴ്നാട് വിചാരിച്ചാൽ കന്യാകുമാരി വരെ കൊണ്ടുപോകാൻ പറ്റും. കർണാടകം വിചാരിച്ചാൽ ഇത് കർണാടകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് സംസ്ഥാന സർക്കാരും പറയുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരുകളെ എല്ലാം സംയുക്തമായി ആലോചിച്ചാൽ ഈ പറയുന്ന കുറച്ചുകൂടെ ദൂരത്തേക്ക് ഈ ട്രെയിൻ കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും അത് അക്കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായി വന്നുകൊണ്ട് അത് എളുപ്പത്തിൽ നടപ്പാക്കാവുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വരും. അതിലിപ്പോൾ പൊന്നാനിയിൽ ഓഫീസ് തുറന്നു എന്നുള്ളതുകൊണ്ട് പല ഓഫീസുകളും തുറക്കുകയും പൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശബരി റെയിലിൻ്റെ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. 20 കൊല്ലത്തോളമായി ഒരു 10-30 കൊല്ലമായി. ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുക്കുകയും ഈ മഞ്ഞക്കുറ്റി പോലുള്ള കുറ്റി ഉണ്ടാക്കി ആളുകളുടെ ഭൂമി ഇങ്ങനെ ഫ്രീസായി കിടക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഇതുവരെ നടപ്പായിട്ടില്ല. അതുപോലെ നിലമ്പൂർ നഞ്ചങ്കോട് പാതയെക്കുറിച്ച് ഒരുപാട് കാലമായി സംസാരിക്കുന്ന ഒരു സംഗതിയാണ്, മൈസൂർക്ക് എളുപ്പവഴിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ഒരു സാവകാശം എടുത്തുകൊണ്ട് വേഗത്തിൽ തന്നെ പോകണം. കാരണം ഇത് അതിവേഗമാണല്ലോ. വേഗത്തിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിലും പക്ഷേ ഈ 2 മാസത്തിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് 2 മാസത്തിന് മുമ്പാണ് ഇവർ രണ്ടുപേരും ഈ പദ്ധതി കൊണ്ടുവന്നത്. അപ്പം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ 100 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടും നമ്മൾ പറയാതെ വിട്ടൊരു കാര്യം, 2 വകുപ്പുകളുടെ അംഗീകാരമാണ് ആവശ്യമുള്ളതിന്. ഒന്ന് RRTSന് ആവശ്യമുള്ളത് നഗരാസൂത്രണ വകുപ്പിൻ്റെ നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയാണ്. മറ്റതാണെങ്കിൽ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതിയാണ് ഈ ശ്രീധരൻ കൊണ്ടുവന്ന പദ്ധതികൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനെല്ലാം DPR തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ഈ നമ്മൾ കേരളത്തിന് വേണ്ടി സിൽവർ ലൈന് വേണ്ടി 50 കോടിയിലധികം രൂപ നമ്മൾ ഓൾറെഡി ചെലവഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് പാഴാകാതിരിക്കണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു സാധ്യതാ പഠനമൊക്കെ നടത്തിയിട്ട് ഒരു പദ്ധതിയായി മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലാതെ നമ്മളിതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നുള്ള നിലയ്ക്ക് ഈ 2 പദ്ധതികളും അവതരിപ്പിച്ചാൽ അത് ഫലപ്രാപ്തിയിലെത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സിൽവർ ലൈനിൻ്റെ ഗതി ഇതിന് വരാതിരിക്കാൻ അതിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സിൽവർ ലൈനെതിരായി ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ, അത് ഭൂമി ഏറ്റെടുക്കലിൻ്റെ വിഷയമാണെങ്കിലും പാരിസ്ഥിതിക പ്രശ്നമാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പോലുള്ള വിഷയങ്ങളാണെങ്കിലും ഇതിനൊക്കെ പരിഹാരം കണ്ടിട്ട് വേണം, കൃത്യമായൊരു പരിഹാരം കൂടി കണ്ടെത്തിക്കൊണ്ട് വേണം ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും ഇതിലൊരു പദ്ധതിയെ നടപ്പാക്കേണ്ട കാര്യമുള്ളൂ. അത് ഏത് നടപ്പാക്കണമെന്നുള്ളത് 2 ഗവൺമെൻറ്റുകൾക്ക് തമ്മിലൊരു ധാരണയിലെത്താം. ഇപ്പോൾ ഈ ശ്രീധരനെ പോലുള്ള ഒരാളുള്ളത് കൊണ്ട് 2 പേർക്കും ഇടയിലൊരു പാലമായി അത് മാറാൻ കഴിയും. എന്തായാലും അത്തരം ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പദ്ധതികൾ കേൾക്കാൻ വളരെ സുഖകരമായ പദ്ധതികളാണ്. നമ്മുടെ നാടിൻ്റെ വികസന സ്വപ്നങ്ങളെ ഒരുപക്ഷെ വലിയ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന, നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക് വലിയ സുഖം തരുന്ന ഒരു വാഗ്ദാനങ്ങളും ചർച്ചകളും ഒക്കെയാണ് ഇതൊക്കെ. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ അത് കേരളത്തിൻ്റെ നാളേക്കുള്ള കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് അതിവേഗത്തിൽ കടന്നു പോകാൻ പറ്റുന്ന സങ്കല്പങ്ങളല്ലാതെ യാഥാർത്ഥ്യമായി മാറട്ടെ. അങ്ങനെ മാറുകയാണെങ്കിൽ മാത്രമാണ് ഒരുപക്ഷെ സർക്കാരുകൾക്കും ഈ പറയുന്ന ജനാധിപത്യത്തിനുമൊക്കെ വലിയ രീതിയിലുള്ള ഗുണകരമായൊരു സമീപനമായിട്ട് അത് വിലയിരുത്തപ്പെടുകയുള്ളൂ. എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ വിഷയം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. നന്ദി. നമസ്കാരം.